ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്റ്റാമ്പിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അയോധ്യ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാമ്പ് പോസ്റ്റ് ഇറക്കിയിരുന്നു, ഇന്ത്യൻ പോസ്റ്റ് ഇറക്കിയിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ്. രണ്ട് ടൈപ്പിൽ ഉള്ള സ്റ്റാമ്പുകൾ എനിക്ക് കിട്ടി. ഇതേ സെയിം സ്റ്റാമ്പ് തന്നെയാണ്. ഇതൊരു കൊമമറേറ്റീവ് സ്റ്റാമ്പാണ്, അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ലെറ്റർ അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എത്ര രൂപ കൊടുത്താണോ യൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഓരോ സ്റ്റാമ്പേലും അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, എത്ര രൂപയുടെ വാല്യൂ വരുന്നെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ഷീറ്റായിട്ട് ഇതുപോലൊരു ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ ഒരു ഫേസ് വാല്യൂ ആയിരിക്കത്തില്ല, അതിന് എപ്പോഴും ഒരു വാല്യൂ കൂടുതലായിരിക്കും. ഇത് പിന്നെ നമ്മൾ അത് എന്താ പറയുന്നത്, കീറിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് ഡീറ്റെയിലും എല്ലാം എഴുതി ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് സൂക്ഷിച്ച് വെച്ചേക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, എൻ്റെ ഓർമ്മയ്ക്ക് സൂക്ഷിച്ച് വെച്ചേക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 2-3 രീതിയിൽ അവർ ഇത് ഇറക്കിയിട്ടുണ്ട്, ഇന്ത്യൻ പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. ഇത് ഒരു രീതിയാണ്, അത് കാർഡ്ബോർഡിൻ്റെ എന്താ പറയുന്നത്, ഒരു കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ ക്വാളിറ്റിയിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റിയിലാണ് ഇറക്കിയിരിക്കുന്നത് കേട്ടോ. കാർഡ്ബോർഡ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്കും വാങ്ങാം, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പുറകെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് വാങ്ങാം. ഒരു കാരണവശാലും ഫേസ് വാല്യൂ ആയിരിക്കത്തില്ല, ഫേസ് വാല്യൂവിനെക്കാട്ടി കുറച്ചുകൂടെ മേളിലായിരിക്കും. എപ്പോഴും കൊമമറേറ്റീവ് ഇറങ്ങുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ബോക്സിൽ, അതായത് ഒരു എന്താ പറയുന്നത്, കുറച്ചുകൂടെ ക്വാളിറ്റി കൂട്ടി കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് ബോക്സിലൊക്കെ ആക്കി വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാവുന്ന രീതിയിൽ തന്നെ ആണ് രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇതും ഇന്ത്യൻ പോസ്റ്റ് തന്നെ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ഫിലാറ്റലിക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇറക്കിയേക്കുന്നതാണ്. ഇതൊരു എന്താ പറയുന്നത്, നമുക്ക് സ്റ്റാൻഡായിട്ട് വെക്കാം, ഭിത്തിയിൽ തൂക്കിയിടാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തേക്കുന്ന സെയിം സ്റ്റാമ്പ് തന്നെയാണ് കേട്ടോ. 2 ടൈപ്പിൽ ഇറക്കിയേക്കുന്നേ ഉള്ളൂ. മറ്റേത് നമുക്ക് വെളിയിൽ അങ്ങനെ വെച്ചിരുന്നാൽ ചിലപ്പോൾ അഴുക്കാവും, അത് ഫയലിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു രീതിയാണ്. ഇത് പക്ഷേ അങ്ങനല്ല, ഇത് നല്ല കട്ടിയുള്ള അക്രലിക്കിൻ്റെ ബോർഡും അതുപോലെ അതിൻ്റെ വെളിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോർഡും ഒക്കെ കൊടുത്ത് അവർ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കതിനകത്ത് സെറ്റ് ചെയ്ത്, പിന്നെ ഇത് ഒട്ടിച്ചൊന്നും വെച്ചേക്കും അല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടും. അപ്പം അത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അറേഞ്ച് ചെയ്ത് വെച്ച് നമുക്ക് രണ്ട് രീതിയിൽ, ഒന്ന് ആണിയിൽ യൂസ് ചെയ്യാം, ഒന്ന് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. ആ 2 രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. വളരെ മനോഹരമായിട്ട് തന്നെ അവർ പാക്ക് ചെയ്ത് നല്ലൊരു കൊമമറേറ്റീവ് സെറ്റായിട്ട് സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് അവർ ഈ ഒരു അയോധ്യയുടെ സ്റ്റാമ്പ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യുക. ഇതുപോലുള്ള സ്റ്റാമ്പ്സിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ കറൻസിയും കോയിനും ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ബാക്കിയുള്ള വീഡിയോസോടൊക്കെ കാണുക. ഇതിങ്ങനെ നമ്മളിവിടെ റോൾ ചെയ്ത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. മേളിൽ ആണി അടിച്ചു കഴിഞ്ഞാൽ അത് മേളിലത്തെ ആ ഹുക്കിനകത്തും കൊളുത്തിയിടാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇതുപോലുള്ള സ്റ്റാമ്പുകളും കറൻസികളും അതുപോലെ തന്നെ കോയിനും ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ സ്റ്റാമ്പ്സുമായിട്ടോ അല്ലെങ്കിൽ കോയിൻസുമായിട്ടോ കറൻസിയുമായിട്ടോ ബന്ധപ്പെട്ട സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് ഇടുക. ഒരു കാരണവശാലും വെളിയിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നാണയത്തിന് ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ വെളിയിൽ പോയി ഒരു ചതിക്കുഴിയിലും പോയി പെടാതിരിക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു. സേതു.